ഇന്നിപ്പോൾ സംഭവിച്ച സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമുള്ള CPM സംസ്ഥാന സെക്രട്ടറിയുടെ വിശദീകരണത്തെ ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു വൈരുദ്ധ്യാത്മിക വിശദീകരണം എന്നാണ്. എന്തുകൊണ്ടെന്നാൽ പോയിന്റ് നമ്പർ 1, ഈ കൂടിക്കാഴ്ച നേരത്തെ പാർട്ടി ഘടകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സംഭവം നടക്കുന്നത് 2023 മാർച്ച് മാസം 5-ാം തീയതിയാണ്. നന്ദകുമാറിൻ്റെ സാന്നിധ്യത്തിൽ പ്രഭാരിയായ പ്രകാശ് ജാവദേക്കറുമായി രാഷ്ട്രീയം ചർച്ച ചെയ്തു, അല്ലെങ്കിൽ പ്രകാശ് ജാവദേക്കർ രാഷ്ട്രീയം സംസാരിച്ചു, താൻ സംസാരിച്ചില്ല, ഇങ്ങനൊരു കൂടിക്കാഴ്ച നടന്നു എന്ന് പാർട്ടി ഫോറത്തിൽ പറഞ്ഞിട്ട് പാർട്ടി എന്ത് നടപടിയാണ് എടുത്തത്? ശരി, അതൊരു വളരെ ഗുരുതരമായ വിഷയമല്ലെന്ന് പാർട്ടി കണ്ടെത്തുന്നു. തുടർച്ചയായി വീണ്ടും നന്ദകുമാറിൻ്റെ അമ്മയെ ഷാളണിയിക്കാൻ പോകുന്നത് ഇതേ EP ജയരാജനാണ്. അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഗോവിന്ദൻ മാഷ് നടത്തുന്ന യാത്രയിൽ പങ്കെടുക്കാതിരിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. തുടർച്ചയായിട്ട് പാർട്ടി ഫോറങ്ങളിലും LDF കൺവീനർ എന്ന നിലയിലും അദ്ദേഹം ആക്റ്റീവായി രംഗത്തില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. പാർട്ടി എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യം പ്രസക്തമാണ്. രണ്ടാമത്തത്, ഇതിൽ MV ഗോവിന്ദൻ മാഷ് നൽകുന്നൊരു വിശദീകരണം ഇതൊരു പൈങ്കിളി ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രചരണവേല എന്നാണ്. രാഷ്ട്രീയ എതിരാളികളെ പല സന്ദർഭങ്ങളിലായി നേരിൽ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അവസാനിച്ചു പോകുന്ന പ്രത്യയശാസ്ത്ര കരുത്തു മാത്രമേ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഉള്ളൂ എന്ന് പൈങ്കിളി ശാസ്ത്രം വെച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതേ ആനുകൂല്യം RSP എന്ന് പറയുന്ന റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നറിയപ്പെടുന്ന പ്രേമചന്ദ്രൻ്റെ പാർട്ടിക്കും പ്രേമചന്ദ്രനും നൽകാതെ പോകുന്നത്? പ്രധാനമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയാലോ, പ്രധാനമന്ത്രിയുമായി പാർലമെൻറ്റിൻ്റെ ക്യാൻറ്റീനിൽ വെച്ച് ഭക്ഷണം കഴിച്ചാലോ എന്തുകൊണ്ടാണ് പ്രേമചന്ദ്രൻ്റെ പ്രത്യയശാസ്ത്ര കരുത്ത് ചോർന്നു പോകുന്നില്ല എന്ന് പറയുന്നത്? അപ്പോൾ പറയും നിർമ്മലാ സീതാരാമനെ പ്രൊജക്റ്റ് ചെയ്തു, പല ഘട്ടങ്ങളിലും BJPക്ക് അനുകൂലമായ പ്രസ്താവന ഇറക്കി. ഇതേ ആരോപണം EP ജയരാജനെതിരെയുമുണ്ട്. സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് മത്സരം ചില മണ്ഡലങ്ങളിലെങ്കിലും LDFും BJPയുമാണെന്ന് പറയുക, 6 മണ്ഡലങ്ങളിലെങ്കിലും NDAക്ക് കരുത്തരായ സ്ഥാനാർത്ഥികളുണ്ടെന്ന് പറയുക, BJPയുടെ കേന്ദ്രമന്ത്രിയുമായി വൈദേകം റിസോർട്ടിന് ഒരു ബിസിനസ് ബന്ധമുണ്ടാവുക, ഇതൊക്കെ ആ അർത്ഥത്തിലും EP ജയരാജനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താവുന്നതാണ്. അത് EP ജയരാജൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അതൊരു നിഷ്കളങ്കമായ പ്രവൃത്തിയും NK പ്രേമചന്ദ്രൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഒരു മഹാപാതകവുമായി തീരുന്ന വൈരുദ്ധ്യമാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമ നടപടി സ്വീകരിക്കാൻ EP ജയരാജനെ ചുമതലപ്പെടുത്തി. ഏത് വിഷയത്തിലാണ് EP ജയരാജൻ നിയമ നടപടി സ്വീകരിക്കേണ്ടത്? നന്ദകുമാറിനെ ക്ഷണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നന്ദകുമാറിൻ്റെ സാന്നിധ്യത്തിൽ പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ പേരിലോ ആ വാർത്ത പുറത്തു വന്നതിൻ്റെയോ പേരിലല്ല. ശോഭാ സുരേന്ദ്രൻ 3 ഇടങ്ങളിലായി തന്നെ കണ്ടുവെന്നും BJPയിലേക്ക് വരാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിലുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നന്ദകുമാറിനെതിരെ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം തുടർച്ചയായിട്ട് അദ്ദേഹം തന്നെയാണ് നന്ദകുമാറിനെ വിളിച്ചതും രാഷ്ട്രീയം പ്രകാശ് ജാവദേക്കർ സംസാരിച്ചു എന്ന് പറയുന്നതും EP ജയരാജനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്ദകുമാറിനെതിരെ നടപടി സ്വീകരിക്കുക സാധ്യമല്ല. നടപടി ശോഭാ സുരേന്ദ്രനിലേക്ക് മാത്രമായി ഒതുങ്ങുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വൈരുദ്ധ്യം. ഇനി നന്ദകുമാറിനെ പോലുള്ളവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം എന്നതാണ് പാർട്ടിയുടെ നിലപാടെന്നതാണ് MV ഗോവിന്ദൻ മാഷ് പറയുന്നത്. അത് ആ ബന്ധം അവസാനിപ്പിച്ചു എന്ന് EP ജയരാജൻ പറയുന്നു. അവിടെയാണ് പ്രധാനപ്പെട്ട മറ്റൊരു വൈരുദ്ധ്യം. 2023 മാർച്ച് മാസത്തിൽ ഇങ്ങനെയൊരു കൂടിക്കാഴ്ച നന്ദകുമാറിൻ്റെ സാന്നിധ്യത്തിൽ നടന്നത് പാർട്ടി ഘടകം 2023 അറിഞ്ഞാൽ 2024 ഏപ്രിൽ മാസം 29-ാം തീയതി മാത്രമേ ആ ബന്ധം അവസാനിപ്പിക്കാൻ പാർട്ടി പറയത്തുള്ളൂ. എന്തുകൊണ്ടാണ് 1 വർഷത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവുക? വൈരുദ്ധ്യം നമ്പർ 4. ഇനി വോട്ടെടുപ്പ് ദിവസം ജയരാജൻ നടത്തിയ പ്രതികരണം പാർട്ടിക്ക് ദോഷം ചെയ്തിട്ടില്ല. ഉള്ള കാര്യം വസ്തുതാപരമായി EP പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എങ്കിൽ എന്തിനാണ് അന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പിണറായി വിജയൻ പൊട്ടിത്തെറിച്ചത്? ഉള്ള കാര്യം വസ്തുതാപരമായി പറഞ്ഞ് EP ജയരാജനെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? പകരം ശിവനും പാപിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ കൊണ്ടുവരുന്നത് എന്തിനാണ്? വൈരുദ്ധ്യം 5. ഇനി ഈ സാംസ്കാരിക മൂല്യങ്ങളെക്കുറിച്ചും ഇതൊരു പ്രചരണവേലയാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ ആനുകൂല്യങ്ങളൊന്നും നേരത്തെ സൂചിപ്പിച്ചതുപോലെ NK പ്രേമചന്ദ്രനും നൽകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ സംഭവിച്ചിരിക്കുന്നത് EP ജയരാജൻ ഉത്തരവാദിത്വമായി മാറുന്നു. ഇതിൽ ശോഭാ സുരേന്ദ്രനെതിരെ കേസ് കൊടുത്ത് തൽക്കാലം ഈ വിഷമവൃത്തത്തിൽ നിന്ന് തലയൂരുന്നതിനും അപ്പുറത്തേക്ക് വളരെ ഗൗരവമായ പാർട്ടി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ചർച്ച ചെയ്യാൻ പാർട്ടിക്ക് കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസിൽ കുത്തിയാൽ അത് താമരയ്ക്ക് പോകും എന്നുള്ള പ്രചരണം ശക്തമായി അവതരിപ്പിച്ച പാർട്ടിക്ക് തങ്ങളുടെ LDF കൺവീനർ തന്നെ ഇത്തരത്തിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ഡീലിനു വേണ്ടി ഒരു നന്ദകുമാർ എന്ന് പറയുന്ന ദല്ലാളിൻ്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി എന്ന് തുറന്നു സമ്മതിക്കുന്നതിന് സമമാകും. അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. പക്ഷേ ഇത് സൃഷ്ടിക്കുന്നൊരു ഒരു ആശയക്കുഴപ്പമുണ്ട് അണികളിൽ. ഇതിനകം തന്നെ അണികളിൽ ഭൂരിപക്ഷവും EP ജയരാജൻ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തിരിക്കുന്ന ഈ പ്രവൃത്തിയെ വളരെ സന്ദേഹത്തോടു കൂടിയാണ് സമീപിച്ചിരിക്കുന്നത്.
ഇതിൽ ഇ പി ജയരാജൻ BJP-യിലേക്ക് പോയിട്ടില്ല, അത് ശരിയാണ്. ഇ പി ജയരാജൻ ഇതിൽ നന്ദകുമാർ പറഞ്ഞതുപോലെയുള്ള ഡീലിന് ശ്രമിച്ചിട്ടില്ല എന്നതും വ്യക്തമാണ്. പക്ഷേ ഇ പി ജയരാജൻ സൃഷ്ടിച്ചിരിക്കുന്ന ഈ പുകമറ വലിയ രീതിയിലുള്ളൊരു ആശയക്കുഴപ്പമായി അണികളിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവാണ് PG ആർമിയുടെയും റെഡ് ആർമിയുടെയും ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ വന്നിരിക്കുന്ന ഇ പി ജയരാജനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഇ പി ജയരാജനെ വിമർശിച്ചുകൊണ്ടുമുള്ള പോസ്റ്റുകൾ തന്നെ അതിനുള്ള ഉദാഹരണമാണ്. അപ്പോൾ ഈ ജാഗ്രതക്കുറവ്, നിഷ്കളങ്കത എന്നൊക്കെ പറയുന്നത് ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തെ ലഘൂകരിക്കുന്ന തക്കവണ്ണമാകുമ്പോൾ, അത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് ബോണ്ട് വാങ്ങുന്ന കാര്യത്തിൽ നിഷ്കളങ്കതയുണ്ടാകുമ്പോൾ, ഈ നന്ദകുമാറിൻ്റെ അമ്മയ്ക്ക് ഷാളുടെ കാര്യത്തിൽ നിഷ്കളങ്കതയുണ്ടാകുമ്പോൾ, തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൻ്റെ അന്വേഷണ കമ്മീഷനുമായി സഹകരിക്കാത്ത വിഷയത്തിലുണ്ടാകുമ്പോൾ ആ നിഷ്കളങ്കത ഒരു കേവല നിഷ്കളങ്കതയായി കാണുന്നത് ബുദ്ധിമുട്ടാണ്. ആ നിഷ്കളങ്കതയുടെ പ്രിവിലേജ് ഒരാൾക്ക് മാത്രം എന്തുകൊണ്ട് കിട്ടുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇ പി ജയരാജൻ നന്ദകുമാർ പറഞ്ഞതുപോലെ രാഷ്ട്രീയം സംസാരിക്കാൻ ശ്രമിച്ചു, പക്ഷേ പരാജയപ്പെട്ട് ആ മിഷൻ പരാജയപ്പെട്ടു എന്നത് വസ്തുതയായിരിക്കാം. BJP-യിലേക്ക് ഒരിക്കലും ഇ പി ജയരാജൻ പോവില്ലായിരിക്കാം. പക്ഷേ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാക്കി, ഒരു രാഷ്ട്രീയമായ പ്രതിസന്ധി പാർട്ടികൾക്കും അണികൾക്കും ഉണ്ടാക്കി എന്നത് വസ്തുതയാണ്. ആ വിഷയത്തിൽ അതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് അത് ചർച്ച ചെയ്തത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നൽകിയിരിക്കുന്ന വിശദീകരണം ഒരു വൈരുദ്ധ്യാത്മിക വിശദീകരണമാണെന്നതാണ് എൻ്റെ ടേക്ക്. Meet the editors.